വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാം T20ക്കായി സഞ്ജു ഇറങ്ങിയത്. പോയ 2 മത്സരങ്ങളിലും വലിയ പ്രകടനങ്ങൾ സഞ്ജുവിന് നടത്താൻ സാധിച്ചിരുന്നില്ല. ആദ്യ മത്സരത്തിൽ 26 റൺസ് നേടിയപ്പോൾ രണ്ടാം മത്സരത്തിൽ 5 റൺസിന് പുറത്താവുകയായിരുന്നു. മൂന്നാം മത്സരത്തിൽ മൊട്ടയക്കത്തിലാണ് സഞ്ജു മടങ്ങിയത്. വെറും 3 റൺസിനാണ് സഞ്ജു രാജ്കോട്ടിലെ കൂടാരം കയറിയത്. ജോഫ്ര ആർച്ചർക്ക് വിക്കറ്റ് സമ്മാനിക്കുന്നത് ശീലമാക്കി മാറ്റിയ സഞ്ജു ഈ കളിയിലും ആ പതിവ് തെറ്റിച്ചില്ലായിരുന്നു. ഇതോടെ സഞ്ജുവിന് സമ്മർദ്ദവും ഏറിയിരിക്കുകയാണ്. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും സഞ്ജുവിനെ ഈ കളിയിലും നേരിടാനെത്തിയത്. ഷോട്ടുകൾ കളിക്കാനുള്ള ഒരു പണിതും രണ്ടുപേരും അദ്ദേഹത്തിന് നൽകിയില്ല. പരമാവധി സഞ്ജുവിന്റെ ശരീരം ലക്ഷ്യമാക്കിയുള്ള ബോളുകളാണ് ഇരുവരും എറിഞ്ഞത്. ഇവയെ എങ്ങനെ അതിജീവിക്കണമെന്ന് മുൻ മത്സരങ്ങളിലേതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു. ആർച്ചർ ഇറങ്ങിയ ആദ്യ ഓവറിൽ 2 പന്തിൽ ഒരു സിംഗിളാണ് സഞ്ജു നേടിയത്. വുഡിന്റെ ഓവറിൽ അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു വൈഡ് അടക്കം 4 പന്തുകൾ, നേടിയത് ഒരൊറ്റ സിംഗിൾ. ആർച്ചറുടെ തൊട്ടടുത്ത ഓവറിലെ രണ്ടാമത്തെ പന്തിൽ സഞ്ജു വീഴുകയും ചെയ്തു. ശരീരത്തിന് നേരെ ഒരു ഷോർട്ട് ബോളാണ് ആർച്ചർ പരീക്ഷിച്ചത്. മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഫുൾ ഷോട്ട് കളിക്കാനായിരുന്നു സഞ്ജുവിന്റെ ശ്രമം. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അത് കണക്കായില്ല. മിഡ് വിക്കറ്റിൽ നേരെ ആദിൽ റഷീദിന്റെ കൈകളിലേക്കാണ് ബോൾ വന്ന് പതിച്ചത്. സിമ്പിൾ ക്യാച്ചിലൂടെ മലയാളി താരത്തെ അദ്ദേഹം മടക്കുകയും ചെയ്തു. ഈ പുറത്താകലിന് ശേഷം സ്വയം വളരെ ക്ഷുഭിതനായിട്ടാണ് സഞ്ജു കാണപ്പെട്ടത്. അദ്ദേഹം ഒരു ഷോട്ട് കളിച്ച് വിക്കറ്റ് കൈവിടേണ്ടി വന്നതിൽ രോഷത്തോടെ ആക്രോശിച്ച സഞ്ജു കൈകൊണ്ട് താഴേക്ക് പഞ്ച് ചെയ്താണ് നിരാശനായി ക്രീസ് വിട്ടത്. സഞ്ജു സാംസന്റെ പുതിയൊരു വീക്ക്നെസ് ആണ് ഈ പരമ്പരയിലൂടെ ഇംഗ്ലീഷ് ബോളർമാർ തുറന്നു കാണിച്ചിരിക്കുന്നത്. സാധാരണയായി ഷോർട്ട് പന്തുകൾ അദ്ദേഹത്തിന് പ്രശ്നം സൃഷ്ടിക്കാറില്ല. ഇത്തരം പന്തുകൾ അനായാസം സിക്സിലേക്കും ഫോറുകളിലേക്കും പായിക്കാനും താരത്തിന് സാധിക്കാറുണ്ട്. പക്ഷേ ശരീരം ലക്ഷ്യമിട്ട് വരുന്ന ഷോർട്ട് പന്തുകൾ എങ്ങനെ കളിക്കണമെന്ന് തനിക്ക് അറിയില്ല എന്ന് സഞ്ജു കാണിച്ചു തന്നിരിക്കുകയാണ്.